വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പണ്ട് കാലത്ത് മദ്യവും മയക്കമരുന്നുമൊക്കെയാണ് നമ്മൾ ആസക്തിയായി കണ്ടിട്ടുള്ളത്. എന്നാൽ ആധുനിക ലോകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സോഷ്യൽ മീഡിയയും ഫോണുമൊക്കെ. പക്ഷേ അതും നമ്മളെ ആസക്തരാക്കുന്നു. അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കെങ്ങനെ മറികടന്ന് വരാം എന്നാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ നല്ല വിശേഷം പങ്കുവെക്കാൻ നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. വളരെ സന്തോഷം. ജേക്കബ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം സോഷ്യൽ മീഡിയ കാണുമ്പോൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ റിവാർഡ് സെൻറ്ററിനെ എങ്ങനെയാണ് ഉത്തേജിപ്പിക്കുകയും നമ്മളെ നിരന്തരമായ ഉപയോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്? വളരെ നല്ല ക്വസ്റ്റ്യനാണ്. ശരിക്കും നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ ഡോപ്പമിൻ ശരിക്കും വെച്ചിരിക്കുന്നത് നമുക്ക് ലൈഫിൽ രസകരമായതും ആവേശകരമായ കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ രസകരമായ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊഡക്ഷൻ തൊട്ട് അതിനെ റിസീവ് ചെയ്യുന്നതും അതിൻ്റെ പാത്ത് വേ എല്ലാം ഇരിക്കുന്ന ആ ഭാഗത്തിനെയാണ് റിവാർഡ് സിസ്റ്റം അല്ലെങ്കിൽ റിവാർഡ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രസകരമായ ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമല്ല ഡോപ്പമിൻ ഉണ്ടാകുന്നത്, നമ്മൾ രസകരമായ ഒരു കാര്യം ചെയ്യാൻ പോവുക എന്നുള്ള ആൻറ്റിസിപ്പേഷനും ഈ ഒരു ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ പണ്ടൊക്കെ ഈ ചൂതുകളിയുടെ ആൾക്കാർ ഇതാണ് ഉപയോഗിച്ചിരുന്നത്, ഈ മനുഷ്യൻ്റെ അഡിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ കാസിനോസിലൊക്കെ ഇതാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ കാരണം നമ്മൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സമ്മാനം കിട്ടുമ്പോൾ നമുക്കൊരു വലിയ ഡോപ്പമിൻ്റെ ഒരു ഫ്ലഡ് കിട്ടും. പക്ഷേ പിന്നീട് നമ്മൾ കളിക്കുമ്പോഴും ഇപ്പോൾ ഒരു സമ്മാനം അടിക്കാൻ പോകുന്നുള്ള ആ ആൻറ്റിസിപ്പേഷനും ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഇവർ ഈ നമ്മുടെ റിവാർഡ് സെൻറ്ററിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മളെ അഡിക്റ്റഡ് ആക്കിക്കൊണ്ടത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാം. ഇതേ കാര്യമാണ് ഇവിടെയും നടക്കുന്നത്. നമുക്ക് ഓരോ പ്രാവശ്യം നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ലൈക്കോ അതിനെ ആരെങ്കിലും ഷെയർ ചെയ്യുമോ നല്ലൊരു കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് ഡോപ്പമിൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനത്തെ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴും നമുക്ക് ഡോപ്പമിൻ കിട്ടും. കാരണം അത് ഇൻട്രസ്റ്റിംഗാണ്, ഫണ്ണിയാണ്, എക്സൈറ്റിങ്ങാണ്. ഇത് മാത്രമല്ല, നല്ലൊരു സാധനം വരാൻ പോവുകയാണെന്നും പറഞ്ഞ് നമ്മളൊരു സാധനം പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല കമൻറ്റ് കിട്ടുമായിരിക്കും, ഷെയർ കിട്ടുമായിരിക്കും. ഈ ആൻറ്റിസിപ്പേഷനും ഡോപ്പമിൻ കൊണ്ടുവരും. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പോസ്റ്റ്, ഇപ്പോൾ നല്ലൊരു രസകരമായ സാധനം കാണാൻ പോകുന്നുള്ളതും ഡോപ്പമിൻ കിട്ടും നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റത്തിനെ സോഷ്യൽ മീഡിയ കമ്പനീസ് ഉപയോഗിക്കുന്നത്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഡോപ്പമിൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷനിലേക്ക് ഡോപ്പമിൻ വഹിക്കുന്ന പങ്കെന്താണ്? ഒപ്പം മറ്റ് ആസക്തികളുമായിട്ട് ഇതെങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അപ്പോൾ ഈ ഡോപ്പമിൻ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഹാബിറ്റ് ലൂപ്പ് ഫോം ചെയ്യും. അതിന് 4 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അതായത് ആദ്യം തന്നെ നമ്മളൊരു കാര്യം ചെയ്തു, ആ ചെയ്യുന്ന സാധനത്തിനെ നമ്മുടെ ബ്രെയിൻ ഒരു സന്തോഷം തരുന്ന ഒരു പ്ലഷറബിൾ ആക്ടിവിറ്റി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പാസ്റ്റർ ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമാണല്ലോ എന്ന് നമുക്ക് തോന്നുകയും ബ്രെയിൻ പിന്നീട് അതിനെ ആ ഒരു ഐസ്ക്രീം കഴിക്കുന്ന പ്രോസസ്സിനെ എന്നും ഒരു പ്ലഷറായിട്ട് കണക്കാക്കും. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഒരു മേജർ കാര്യം എന്ന് പറയുമ്പോൾ അതാണ്. ഇതിന് 4 സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന് ട്രിഗർ, അതായത് ഐസ്ക്രീം കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാവും. പിന്നെ നമ്മളതിനെ ആക്ഷനാക്കി മാറ്റണം. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു റിവാർഡ്, അപ്പോൾ ശരിക്കൊരു സന്തോഷത്തിൻ്റെ ആ ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുന്നു. റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഇത് നമ്മൾ ഇനിയും ചെയ്താൽ ഇനിയും നമുക്ക് സന്തോഷം കിട്ടുമല്ലോ എന്നുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു ലൂപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇതുപോലെയാണ്. ആദ്യത്തെ ഷോർട്സ് കാണുന്നു, രണ്ടാമത്തെ കാണുന്നു. ഈ ഷോർട്സിനൊക്കെ 4 മിനിറ്റിന് താഴെയാണ് ടൈമിങ്. ഓരോ 4 മിനിറ്റിലും നമുക്ക് ഈ ഫുൾ പ്രോസസ്സിലൂടെ ഒരു ഡോപ്പമിൻ റിലീസ്. ഇനിയിപ്പോൾ 30 സെക്കൻഡിൻ്റെ ഷോർട്ട് ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ ഓരോ 30 സെക്കൻഡിലും ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇതിൽ അഡിക്ഷൻ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതിനോടൊരു ടോളറൻസ് ഉണ്ടാവും നമ്മുടെ ബ്രെയിനിൽ. അതായത് 30 സെക്കൻഡിൽ കിട്ടുന്ന ആ ഡോപ്പമിൻ റിലീസിൻ്റെ അതേ അളവിലേക്ക് കിട്ടണമെങ്കിൽ ആ 30 സെക്കൻഡ് പോരാതെ വരും. നമ്മൾ കൂടുതൽ നേരം കണ്ടാലേ നമുക്ക് ആ സെയിം ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ബ്രെയിൻ. അങ്ങനെയാണ് ഇത് അഡിക്ഷൻ. ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ വേറെ ആസക്തികളെക്കുറിച്ച് ചോദിച്ചില്ലേ, അപ്പോൾ നമ്മൾ ബിഞ്ച്
ഈറ്റിംഗ്. നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്ന ഇതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഷുഗർ, ഫാറ്റ്സ്, സോൾട്ട്, ഈ 3 കാര്യങ്ങൾ ഒത്തിരി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാവും. പിന്നെ നേരത്തെ ജേക്കബ് പറഞ്ഞല്ലോ, നമ്മൾ ഈ കസീനോയിലൊക്കെ പോയി കളിക്കുക, പിന്നെ ഈ ഗെയിംസ് കളിക്കുന്നത്, ഇതിലൊക്കെ പ്രത്യേകിച്ച് കസീനോയിൽ കളിക്കുമ്പോൾ ഒരു റിസ്ക് എടുക്കുന്നതാണല്ലോ. നമ്മൾ കാശ് കൊടുത്ത് കളിക്കുക, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ക്യാഷ് നഷ്ടപ്പെടും. ആ റിസ്ക് ആണ് അവിടുത്തെ ട്രിഗർ. റിസ്ക് എടുക്കുന്നതിലൊരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാവും, അത് ഭയങ്കര അഡിക്റ്റീവ് ആവുകയും ചെയ്യുന്ന ഒരു രീതി കാണാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളിലും ബിഞ്ച് വാച്ചിങ്, നമ്മൾ മൂവീസും സീരീസും ഒക്കെ ഇങ്ങനെ ചില ആൾക്കാർ ഒരു 10-40 എപ്പിസോഡൊക്കെ 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കും. അപ്പോൾ ഇത് കാണുന്തോറും ഇതുപോലെ, അപ്പോൾ ഇന്ന് 40 ആണെങ്കിൽ അടുത്ത തവണ അവർ 60 കാണേണ്ടി വരും. അപ്പോൾ ഈ ഡോപ്പമിൻ്റെ റിലീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഡ്രഗ് അഡിക്ഷൻ, ഓക്കെ, ഡ്രഗ് അഡിക്ഷൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡ്രഗ് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡോപ്പമിൻ റിലീസ് ഉണ്ടാക്കിയാണ് ഇങ്ങനത്തെ ഒരു ഹൈയിലേക്ക് നമ്മൾ പോകുന്നത്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ അതുപോലത്തെ തന്നെ ഡോപ്പമിൻ റിലീസ്, നമ്മൾ ഡ്രഗ് അഡിക്ഷനെ പോലെ തന്നെ നമ്മൾ ഇവഞ്ച്വലി നമുക്കുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ അൽഗോറിതംസൊക്കെ ഇങ്ങനത്തെ ഡോപ്പമിൻ റിലീസ് ചെയ്യാനായിട്ട് എൻജിനീയർ ചെയ്തിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയുടെ അൽഗോറിതംസ്. അപ്പോൾ ആൾക്കാരെ ഡ്രഗ് അഡിക്ട്സ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അതേ ഒരു ബ്രെയിൻ സ്റ്റേറ്റിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഫുൾ പ്രോസസ്സ് എൻജിനീയർ ചെയ്തിരിക്കുന്നതാണ് ശരിക്കും പറയുന്നത്. തീർച്ചയായിട്ടും എത്ര അപകടകരമായ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ നമ്മളെ എങ്ങനെ അടിമകളാക്കുന്നു എന്നും അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾ വീണ്ടും മടങ്ങി വരുന്നു. ഇപ്പോൾ ഒരു ബ്രേക്കിന് സമയമായി കാത്തിരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ ആസക്തിയിൽ നിന്ന് നമുക്കെങ്ങനെ പുറത്തു വരാം എന്നതിനെക്കുറിച്ചാണ്. അടുത്ത ചോദ്യം ഇതാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്, തന്നെത്താനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും അനന്തമായിട്ട്. നമുക്ക് വേണമെങ്കിലും ഇത് കാണാം. അതെങ്ങനെയാണ് നമ്മളെ അടിമകളാക്കാൻ സഹായിക്കുന്നത്? ഫാസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഓട്ടോ പ്ലേ എന്നൊക്കെ വിളിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുമ്പോഴും ഇൻഫിനിറ്റ് സ്ക്രോളിങ്ങാണ്. എവിടെ ചെന്നാലും ആ പേജിൻ്റെ അറ്റത്തെത്തത്തില്ല, അതിങ്ങനെ അനന്തമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെ അവർ ഉപയോഗിക്കുന്നതെന്ന് പറയാം. സാധാരണ ഏത് ആസക്തിയിലും ശരിക്കും അതിൻ്റെ അകത്തൊരു നാച്ചുറൽ സ്റ്റോപ്പുണ്ട്. എങ്ങനെ വെച്ചൊരു മദ്യം കുടിക്കുന്ന ആളാണെങ്കിൽ മദ്യക്കുപ്പി തീരുമ്പോൾ നാച്ചുറൽ സ്റ്റോപ്പാണ്. പിന്നെ അവൻ വീണ്ടും കടയിൽ പോയി അത് മേടിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അത് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഒരു നാച്ചുറൽ സ്റ്റോപ്പ് വരുന്നുണ്ട്, ബ്രെയിനൊരു ക്യൂ കൊടുക്കുന്നുണ്ട്, ഇത് നിർത്താൻ സമയമായി. ഈ ചൂതുകളിയിലാണെങ്കിൽ നമ്മുടെ കാശെങ്കിലും തീരും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നാച്ചുറൽ സ്റ്റോപ്പിനെ ഒരു മനഃപൂർവ്വം മാറ്റി. അപ്പോൾ ഈ അറ്റൻഷണൽ ഇനേർഷ്യ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ സൈക്കോളജിയിലുള്ളത്. അതായത് നമുക്ക് ഒരു കാര്യത്തിൽ തുടർന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്റ്റോപ്പിങ് ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ചെയ്യാൻ എന്തെങ്കിലും സൈൻ ഇല്ലെങ്കിൽ നമ്മൾ അതേ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ഈ നാച്ചുറൽ സ്റ്റോപ്പും ഈ അറ്റൻഷൻ ഇനേർഷ്യനും വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഓട്ടോ പ്ലേ. അതായത് ഇപ്പോൾ ഒരാളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കൂടുതൽ കാശ് മുടക്കുകയോ വീണ്ടും ലോഗിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും കൂടെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. ഒരു വീഡിയോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ വരും, അത് കഴിയുമ്പോൾ അടുത്ത വീഡിയോ വരും, അടുത്ത വീഡിയോ വരും. ഓരോ പ്രാവശ്യം ഈ ഡോപ്പമിനെ ആ റിവാർഡ് സെൻറ്ററിനെ ഇങ്ങനെ ട്രിക്ക് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴും ഒട്ടും എഫേർട്ടില്ല സ്ക്രോളിങ്. നമ്മളിങ്ങനെ ചെയ്യും തോറും നമ്മളിങ്ങനെ ഇരുന്ന് മുഴുകി അതിനകത്ത് പോകും. ഇതാണ് ഈ സംഭവിക്കുന്നത്. ശരിക്കും മനുഷ്യ മനസ്സുകൾ അറിയാതെ തന്നെ മനുഷ്യ മനസ്സിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഈ സോഷ്യൽ മീഡിയയൊക്കെ പ്രവർത്തിക്കുന്നത് അൽഗോരിതം എന്ന് പറയുന്ന കണക്കനുസരിച്ചാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ പെരുമാറ്റത്തെ എങ്ങനെ രൂപപ്പെടുത്തുകയും കൂടുതൽ നമ്മൾ നേരം അതിൽ ചെലവഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് ഒരു AI പവേർഡ് അൽഗോറിതമിക് മോഡലാണ്, അതായത് പ്രെഡിക്റ്റീവ് മോഡലാണ്. നമ്മൾ കുറച്ച് നാൾ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് എന്താണ് ഇഷ്ടം, നമ്മളെ എങ്ങനെയാണിത് സന്തോഷിപ്പിക്കുന്നതെന്ന് ഇത് തിരിച്ചറിയും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സ് നോക്കുകയാണെങ്കിലും ആമസോൺ നോക്കുകയാണെങ്കിലും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നമ്മളിപ്പോൾ ഒരു മൂവി കണ്ടാൽ പിന്നെ അവർ പറയും ബിക്കോസ് യു വാച്ച് ദിസ് എന്ന് പറഞ്ഞിട്ട് വേറെ അതുപോലത്തെ തന്നെ കുറേ ഓപ്ഷൻസ് കാണിക്കും. ആമസോണിൽ നമ്മളൊരു സെർച്ച് കൊടുത്താൽ പിന്നെ അതിനെ പോലെ തന്നെയുള്ള വേറെ പ്രോഡക്ട്സ് ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യൂട്യൂബിലൊക്കെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ ഫണ്ണി വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പിന്നെ നിറച്ച് ഫണ്ണി വീഡിയോസ് ആയിരിക്കും. നമ്മൾ പൊളിറ്റിക്സ് കണ്ട്
കുറച്ച് ഔട്ട്റേജസ് ആയിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിനെ ഫുൾ എൻജിനീയർ ചെയ്തിരിക്കുന്നത്. 70% ഇതിൻ്റെ അകത്ത് എൻഗേജ്മെൻറ്റ് കൂടുന്നത് ഇങ്ങനത്തെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണെന്നാണ് ഇതിൻ്റെ സ്റ്റഡീസ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാസ്റ്റർ കാണുന്നത് റിലീജിയസ് കണ്ടൻറ്റ് ആണെന്ന് വയ്ക്കുക. അപ്പോൾ ക്രിസ്ത്യൻ സ്പിരിച്വൽ കണ്ടൻറ്റാണ് പാസ്റ്ററിന് ഇഷ്ടമെങ്കിൽ അത് തന്നെ കൊടുത്തുകൊണ്ടിരുന്ന പാസ്റ്റർ 70% കൂടുതൽ സമയം അതിൽ സ്പെൻഡ് ചെയ്യും. പക്ഷേ ആ അൽഗോറിതം ഇല്ലാതെ റാൻഡം ആയിട്ടുള്ള വീഡിയോസാണ് പാസ്റ്ററിന് ഇട്ട് തരുന്നെങ്കിൽ പാസ്റ്ററിലുള്ള എൻഗേജ്മെൻറ്റ് കുറയും എന്നാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഇമോഷൻസിനെ ഇവർ ട്രാക്ക് ചെയ്യും. ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവും എന്നാണ് പറയുന്നത്. മനസ്സിലാവും. ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ശരിക്കും ചെയ്യുമ്പോൾ ഔട്ട്റേജസ് കണ്ടൻറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു ഇമോഷനെ ആ ദേഷ്യപ്പെടുത്തി നമ്മളതിൽ ട്വീറ്റ് ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇങ്ങനത്തെ ഒരു മോഡലാണ് ഇത് മൊത്തം. അപ്പോൾ ഒത്തിരി പ്രൊഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മുടെ ഇമോഷണൽ സെൻറ്റേഴ്സിനെയും നമ്മുടെ ഈ ഡോപ്പമിൻ റിലീസിനെയും എൻജിനീയർ ചെയ്ത് ഇവർ ഇതിനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ ജേക്കബ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ സാധനമാണ് ഇവരുടെ പൈസ. ഫ്രീ കണ്ടൻറ്റ് ഫ്രീ ആണല്ലോ, ഇതിലൂടെയാണ് ഇവർ ഏൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഈ മനസ്സിൻ്റെ അവസ്ഥയെ തന്നെയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കൊരു തോന്നലുണ്ടാവും, ഇതൊക്കെ എന്തൊക്കെയോ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്തയാണ് പലപ്പോഴും മനുഷ്യർക്ക് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു. അത് നിർബന്ധിച്ച് നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇതിനൊരു മിലേനിയൽ അതുപോലെ ജെൻസിയുടെ ഒരു ലിങ്കോ ഉണ്ട്, ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പോൾ ഞാൻ കയറിയില്ല എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു പെർഫെക്റ്റ് ലൈഫിനെ കാണിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരാൾ സോഷ്യൽ മീഡിയ ഫോട്ടോ ഇടാൻ നേരം അവരവരുടെ ഏറ്റവും നല്ല രീതിയിൽ ഫേസ് ഇരിക്കുന്നതിൽ നല്ല ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ നേരെ, നല്ല കാറിൻ്റെ നേരെ, അല്ലെങ്കിൽ നല്ല ബൈക്കിൻ്റെ, അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള വൈസ് ഇങ്ങനെ ആൾക്കാർ എടുത്തോളൂ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ഭയങ്കര മതിപ്പ് തോന്നും. അതാണ് നമുക്ക് ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഇനി അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവരായിട്ട് ഒട്ടും ചേരാത്ത ആൾ, അല്ലെങ്കിൽ ഞാൻ അവരെ പോലെ അല്ലല്ലോ എന്നുള്ളൊരു ഫിയറിൽ നിന്നും അവിടെ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വേറെ ആൾക്കാരുടെ ലൈഫ് ചെക്ക് ചെയ്യാൻ നമുക്ക് തോന്നും, അവരെങ്ങനെ പോകണമെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവും. രണ്ടാമത്തത്, മനുഷ്യർക്ക് എപ്പോഴും അവർക്കൊരു സോഷ്യൽ കണക്ഷൻ വേണം. അതുകൊണ്ട് തന്നെ ബാക്കി ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒപ്പം ഞാനും നിന്നില്ലെങ്കിൽ ഞാൻ അവരിൽ ഒരാളല്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറയുമ്പോൾ, ഈ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കുന്നത് എപ്പോഴും ഓൺലൈൻ ട്രെൻഡ്സും അതുപോലെ തന്നെ ഓൺലൈൻ പലതരം പുതിയ കോൺവെർസേഷൻസും മീംസും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഐ എം ബീങ് ലെഫ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്, ഞാൻ അതിൻ്റെ ഒരു ഭാഗമല്ല, ഞാൻ ആ ഒരു സർക്കിളിൻ്റെ ഭാഗമല്ലോ എന്നുള്ള ഫിയറിൽ നിന്നും അവിടെയും ഒരു ഫോമോ വരും, അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് വരും. ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന ആരില്ല, ചെറുപ്പക്കാരില്ല, യങ് അഡോൾസൻസിലും ഏർലി 20s ഒക്കെയാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ അത്രയ്ക്കും ഡെവലപ്പ് ആയിട്ടില്ല ഇങ്ങനത്തെ ഇമ്പൾസീവ് ബിഹേവിയേഴ്സിനെ നിയന്ത്രിക്കാൻ തൊക്കണം. രണ്ടാമത്, ആ പ്രായത്തിൽ അവരുടെ ഈ സോഷ്യൽ ഐഡൻറ്റിറ്റിയും അവരുടെ സെൽഫ് വർത്തൊക്കെ ഫോമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചെറുപ്പക്കാരുടെ അടുത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കുത്തുവാക്ക് പറഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് വിഷമമില്ല. പക്ഷേ ഒരു പ്രായമാകുമ്പോഴത്തേക്കും നല്ലോണം വിഷമം വരും, കാരണം അവരുടെ സെൽഫ് ഐഡൻറ്റിറ്റി ഒക്കെ ആയി. അപ്പോൾ ആ ടൈമിൽ പിയർ അപ്രൂവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മറ്റുള്ളവർ നമ്മളെ അപ്രൂവ് ചെയ്യണം, അവർ നമ്മളെ വാലിഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവർക്ക് ഇത് കയറിയില്ലെങ്കിൽ എന്നെ അപ്രൂവ് ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനും ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. മൂന്നാമത്തത്, അവർക്കും ഈ സാധനം തന്നെ, അവർക്ക് ഈ ട്രെൻഡ്സിൻ്റെ ഭാഗം ഞാൻ ആയില്ലെങ്കിൽ ഞാൻ ആ സോഷ്യൽ കറൻസി അതൊരു മൂല്യം പോലെ അവർ കാണുന്നത്, അതെനിക്കില്ലാണ്ടായി പോകുമല്ലോ. അവരിതിനൊരു വളരെ വാല്യുബിൾ പ്രഷ്യസ് കറൻസി പോലെയാണ്. ഐ എം നോട്ട് ഹാവിങ് ദാറ്റ് കറൻസി, എൻ്റെ കയ്യിൽ ആ കാശ് ഇല്ലാണ്ടായി പോയി എന്നുള്ള പോലത്തെ ഒരു ചിന്തയും അവർക്ക്. ഇതാണ് ഈ ഫോമോ വെച്ചുള്ള ഫുൾ കളി. തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കൾക്ക് ഒരിക്കലും അറിയത്തില്ല എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിനകത്ത് കൂടുതൽ കാണുന്നതെന്ന്. നമ്മളെപ്പോഴും അവരെ വഴക്ക് പറയും, വെറുപ്പ് കാണിക്കും, ദേഷ്യം കാണിക്കും. പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ തിരുത്താൻ സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്കിന് സമയമായി. സോഷ്യൽ മീഡിയ ആസക്തിയിൽ നിന്ന് നമ്മളെ വിട്ടുമാറാനുള്ള വഴികളുമായി നമ്മൾ വേഗം മടങ്ങി വരും. അതുവരെയും കാത്തിരിക്കൂ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയ ആസക്തിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നതിനെക്കുറിച്ചുള്ള നല്ല വഴികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള അടിമത്തം കാരണം നമ്മുടെ ഉറക്കത്തെ അതെങ്ങനെ ബാധിക്കുന്നു, അത് ഉറക്കത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
തീർച്ചയായിട്ടും ഇത് നമ്മൾ മീഡിയയുടെ എന്ത് തരം എക്സ്പോഷറും ഉറക്കത്തിന് മുമ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ കാരണം ഉറങ്ങാനായിട്ടുള്ള ആ ഹോർമോൺ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ ഡിലേഡ് ആവുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഓൺസെറ്റ് ഓഫ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ മോഡിലേക്ക് പോകാനായിട്ട് താമസിക്കും. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കണ്ടൻ്റ് എല്ലാം ഭയങ്കര നമ്മൾ ഒത്തിരി അലേർട്ടായിട്ട് നമ്മളങ്ങനെ റിലാക്സ് ചെയ്ത് തൂങ്ങി കാണാൻ പറ്റുന്ന ടൈപ്പ് കണ്ടൻ്റ് ഇല്ല. പിന്നെ ജേക്കബ് നേരത്തെ പറഞ്ഞ പോലെ ഈ രാത്രി ഇടയ്ക്ക് എഴുന്നേറ്റിട്ട് ലൈക്സ് എല്ലാം കൂടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, പിന്നെ ഈ സോഷ്യൽ വാലിഡേഷൻ, ഇതൊക്കെ നമ്മൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കും. നമുക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനേ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ സ്ലീപ്പാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി എന്ന് അറിയുന്നതിലാണ് കാര്യം. പിന്നെ മര്യാദയ്ക്ക് ഉറങ്ങാത്തവർക്ക് എങ്ങനെ പോയാലും പകൽ മുഴുവൻ അവരുടെ എല്ലാ പെർഫോമൻസിനെയും അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. സോഷ്യൽ മീഡിയ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് ഉപയോഗിച്ച ആൾക്കാർ എല്ലാ ദിവസവും മിനിമം സാധാരണഗതിയിൽ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ കുറവാണ് ഉറങ്ങുന്നത് എന്നുള്ളതാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ ആസക്തി എങ്ങനെയാണ് കൗമാരക്കാരിൽ പ്രത്യേകിച്ച് ഉത്കണ്ഠയും വിഷാദ രോഗമൊക്കെ ഉണ്ടാക്കുന്നത്? അവർ ആത്മാഭിമാനം കുറഞ്ഞവരായി മാറുന്നത് എങ്ങനെയാണ്? ഈ കൗമാരക്കാർ പ്രത്യേകം എന്ന് പറയുമ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ അവർ കാണുന്ന മുഴുവൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഐഡിയലൈസ്ഡ് ലൈഫ്സാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിലൊരു 100 കാര്യങ്ങൾ അതിൽ ഏറ്റവും നല്ല ഒരു 3-4 കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കത്തുള്ളൂ. അവർ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ എന്നാ നന്നായിട്ട് പോകണം, ഞാൻ ഈ അവസ്ഥ, അവരുടെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കും. രണ്ടാമത്തത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയും ഒത്തിരി കൗമാരക്കാർ സൈബർ ബുള്ളിങ്ങിന് ഇരയാവുന്നുണ്ട്. അത് പലരും പാരൻസിനോട് തുറന്നു പറയാറ് പോലും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കൊരു മൂവി ഇറങ്ങാനും ഇടയായി കേരളത്തിൽ ഈ ഒരു പ്രത്യേകതയെക്കുറിച്ച്. അപ്പോൾ സൈബർ ബുള്ളിങ് ഒരു വലിയ പ്രശ്നമാണ്. പല രീതിയിൽ ഇവരെ ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഫേസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് വെറുതെ ഒരു ഹരാസ്മെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ അവരെ ട്രോൾ ചെയ്യുന്നിട്ടായിരിക്കും, ചിലപ്പോൾ സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിരിക്കും. ഇങ്ങനെ പല രീതിയിൽ ഇവരെ ഹരാസ്മെൻറ്റും സൈബർ ബുള്ളിങ് വരും. അപ്പോൾ ഒക്കെ ഇവർക്ക് എന്താ വെച്ചാൽ അവരുടെ ഉള്ളിൽ ഉത്കണ്ഠയും വിഷാദമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത്, ഈ നമ്മളൊരു വാലിഡേഷൻ സീക്കിംഗ് ബിഹേവിയറാണ് ബേസിക്കലി. ഞാൻ ഇട്ടതിനെ മറ്റുള്ളവർ അപ്രൂവ് ചെയ്യുന്നുണ്ടോ, ഞാൻ ഇട്ടതിനെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ലൈക്ക് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ സെൽഫ് വർത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ പരക്കം വായിച്ചിട്ട് ഇവരിലൊരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി കോസ് ചെയ്യും. ഇത് എനിക്കും ചിന്തിക്കുമ്പോൾ ശരി, ഞാൻ എൻ്റെ 30s ആയല്ലോ, അപ്പോൾ എനിക്കിപ്പോൾ അത് അത്ര തോന്നത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ 20s വെച്ച് എനിക്ക് കുറച്ചും കൂടെ തോന്നുന്നത്, നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റിന് ആരെങ്കിലും അതിന് അവർ എത്ര പേര് ലൈക്ക് കിട്ടുന്ന നമുക്ക് തോന്നാൻ കുറച്ച് അത് ആ പ്രായത്തിലാണ് കൂടുതൽ. ടീനേജേഴ്സ്, ഏർലി 20s നമുക്ക് കൂടുതൽ തോന്നും. നാലാമത്തത്, ഒത്തിരി നെഗറ്റീവ് ന്യൂസിനോട് നമ്മൾ എക്സ്പോസ്ഡാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ആ പ്രശ്നം ഈ പ്രശ്നം ഇതൊക്കെ ശരിക്കും നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഉണ്ടാക്കുകയും നമുക്ക് ഈ ലോകത്തിലൊരു ആകെ നിസ്സഹായ അവസ്ഥയിലാണല്ലോ എന്നുള്ളൊരു തോന്നണം. ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥ ലോകം റിയൽ വേൾഡിൽ അല്ലാത്തതുപോലെ മനുഷ്യരെ നയിക്കുകയും ഒരു സ്വപ്ന ലോകത്തിലാണെന്ന്, അങ്ങനെയൊക്കെ മനുഷ്യരെ ഇതാക്കി തീർക്കുമോ? തീർച്ചയായിട്ടും ഈ ഇൻ്റർനെറ്റ് ജനറേഷൻ വന്ന പിന്നെ എനിക്ക് തോന്നുന്ന ആൾക്കാരെല്ലാവരും റിയൽ ലൈഫിൽ ഇല്ലാത്ത പോലെയാണ്, പ്രത്യേകിച്ച് ആ ജനറേഷനിലുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഓൺലൈൻ ഇൻട്രാക്ഷൻസാണ് പുതിയ പിള്ളേരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതായത് അപ്പോൾ റിയൽ ഇൻട്രാക്ഷൻസ് ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ അവർക്കുള്ള തന്നെ അത്രയും കോൺഫിഡൻസും താല്പര്യവും നമ്മളോട് വാട്സാപ്പിൽ സംസാരിക്കാനുണ്ടാവുമെന്ന് ഉള്ളതാണ് ഒരു കാര്യം. പിന്നെ ടെക്സ്റ്റിങ്ങിൽ താല്പര്യം കൂടുതലാണ്. അപ്പോൾ നേരെ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ടെക്നിക്കൊക്കെ മറന്നുപോയി. ടെക്സ്റ്റ് ആകുമ്പോൾ അവരുടേതായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ജെൻസി ലാംഗ്വേജൊക്കെ ഉപയോഗിച്ചാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓൺലൈൻ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലിങ്ക്ഡിനിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഓരോരുത്തരോട് സംസാരിക്കുന്നു, പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു. ചിലപ്പോൾ അന്നത്തെ ദിവസം സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ ഓൺലൈൻ ഫ്രണ്ടായിട്ട് മിണ്ടത്തോലും ഉണ്ടാകും. അപ്പോൾ ഇതിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഓൺലൈൻ ഫ്രണ്ട്ഷിപ്സ് ഭയങ്കര ഷാലോ ആണ്. അപ്പോൾ അതേ രീതിയിൽ റിയൽ ഫ്രണ്ട്ഷിപ്സിനെ ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള രീതിയിലെല്ലാം റിയൽ ഫ്രണ്ട്ഷിപ്സിനെയും ഓൺലൈൻ ഫ്രണ്ട്ഷിപ്സിനെയും ഒരേ ത്രാസിൽ വെച്ച് വാല്യൂ ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ റിയൽ ലൈഫ് എക്സ്പോഷറിനെയും ഇൻട്രാക്ഷനെ കുറിച്ച് അറിയുകയും ഇല്ല, അതിൻ്റെ വാല്യൂ മനസ്സിലാവാതെയാണ് മിക്കവരും മുന്നോട്ട് പോകുന്നത്. ബന്ധങ്ങളുടെ വില അറിയാത്ത ചെറുപ്പക്കാർ പരസ്പരം കൊല്ലാനും വെട്ടാനും തയ്യാറാകുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങളുടെ വില അറിയാതെ മനുഷ്യർ പരസ്പരം കൊല്ലാനും ആക്രമിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഓരോരുത്തർക്കും സോഷ്യൽ മീഡിയയിൽ ആസക്തി ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഞാനൊരു 8 ചോദ്യങ്ങൾ ചോദിക്കാം. ശരിക്കും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ടെസ്റ്റ് ഉണ്ട്, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്. പക്ഷേ ഇപ്പോൾ ഒരു 8 ചോദ്യങ്ങൾ ചോദിക്കാം. അതിൽ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം അതെ എന്നാണോ എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞു നോക്കുക. നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം. ഒന്നാമത്തെ ചോദ്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യണത് സോഷ്യൽ മീഡിയനെയാണോ, അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവസാനം ചെക്ക് ചെയ്യണത് സോഷ്യൽ മീഡിയ ആണോ? ഇതിലേതെങ്കിലും ഒന്ന് ആണെങ്കിൽ അതേന്ന്. രണ്ടാമത്തത്, നമ്മൾ സോഷ്യൽ മീഡിയ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല എങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് അതിലിരുന്ന് മുഴുകി പോകുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത്, സോഷ്യൽ മീഡിയനെ കുറച്ച് സമയത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ വെപ്രാളവും ആങ്സൈറ്റിയും വേറെ എന്തെങ്കിലും ടെൻഷനും ഒക്കെ തോന്നുന്നുണ്ടോ എന്നുള്ളത്. നാലാമത്തത്, ജോലി ചെയ്യണ സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, മറ്റുള്ളവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളതാണ് നാലാമത്തത്. അഞ്ചാമത്തത്, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ പരാജിതരായി. ഓക്കെ. ആറാമത്തത്, സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഉറക്കത്തെയും ജോലിയെയും ബന്ധങ്ങളെയും പഠനത്തെയൊക്കെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഏഴാമത്തെ ചോദ്യം, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ മറ്റുള്ളവർ എങ്ങനെ വില നിർണ്ണയിക്കുന്നു എന്നറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പോസ്റ്റുകൾ ഇടാനും അതിലെത്ര ലൈക്കുകൾ, കമൻറ്റുകൾ, ഷെയറുകൾ കിട്ടുന്നുണ്ടോ നോക്കാനും ഉള്ള താല്പര്യമുണ്ടോ. അവസാനത്തെ ചോദ്യം, എട്ടാമത്തെ ചോദ്യം, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണോ ജീവിതത്തിലെ നെഗറ്റീവ് അനുഭവങ്ങൾ, സ്ട്രെസ്സ്, ബോറടിയൊക്കെ മാറ്റുന്നത്? ഇതിലെ 8 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എത്ര എണ്ണത്തിന് അതേന്ന് നമ്മളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. അതിൽ 0 മുതൽ 2 വരെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അണ്ടർ കൺട്രോളാണ്, നിങ്ങൾക്ക് അഡിക്ഷനൊന്നുമില്ല. 3 മുതൽ 5 ചോദ്യങ്ങളിൽ വരെ യെസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ബോർഡർ ലൈൻ അഡിക്ഷൻ ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്ക്. 6 കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം യെസ് ആണെങ്കിൽ നിങ്ങൾ ഹൈലി അഡിക്റ്റഡ്, അതായത് നമുക്ക് മദ്യാസക്തി പോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ആസക്തി ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. തീർച്ചയായിട്ടും എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തെ അടിമകളാക്കുന്ന, കുരുക്കിലാക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തുടർഭാഗമായി നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം കാത്തു പരിപാലിക്കട്ടെ. ഇന്ന് ഈ നല്ല സന്ദേശങ്ങൾ പകർന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകം നന്ദി. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.